ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച രാംലീല മൈതാനിയിൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നാളെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ബി.ജെ.പിയുടെ നിയുക്ത 48 എം.എൽ.എമാർ നാളെ യോഗം ചേർന്നാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, രേഖ ഗുപ്ത, വിജേന്ദർ ഗുപ്ത തുടങ്ങി നിരവധി പേരുകൾ പരിഗണനയിലുണ്ട്. 30,000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനിയിലാണ് സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, എൻ.ഡി.എയുടെ 20 മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നടക്കുന്ന ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൻ ആഘോഷമാക്കാനാണ് പാർട്ടി ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം. 1998-ൽ സുഷമ സ്വരാജായിരുന്നു ഡൽഹിയിലെ അവസാന ബി.ജെ.പി. മുഖ്യമന്ത്രി. അധർമ്മത്തിന് മേലുള്ള ധർമ്മത്തിന്റെ വിജയമാണ് രാംലീലയുടെ സന്ദേശം. ഡൽഹിയിൽ ധർമ്മം വിജയിച്ചെന്ന് ബി.ജെ.പി. പ്രഖ്യാപിക്കുന്നു. അതിനാൽ നവരാത്രി കാലത്ത് രാംലീല നടക്കുന്ന രാംലീല മൈതാനിയിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നിന്ന് മനോജ് കുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.